بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما اللهم إنك عفو تحب العفو فاعف عنا اللهم ربنا تقبل منا إنك أنت السميع العليم اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره أما بعد സഹോദരങ്ങളെ സൂറത്തു അൽ ഹുമസയുടെ തഫ്സീറാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പഠിക്കുന്നത്. സൂറത്തു ഹുമസ അത് മക്കിയത്തായ സൂറത്തുകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ഹിജ്റയ്ക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസഹ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു, വൈലുൻ ലികുല്ലി ഹുമസത്തിൻ ലുമസഹ. വൈലുൻ എന്നാൽ ഒരാളുടെ പതനം സൂചിപ്പിക്കാൻ പറയുന്ന വാക്കുകളിൽ ഒന്നാണ് വൈൽ. നാശമെന്ന് അതിന് അർത്ഥം ഈ ആയത്തിൽ പറയാം. വൈലുൻ ലിക്കുല്ലി, ഓരോരുത്തർക്കും നാശമാണ്. എങ്ങനെയുള്ളവരാണവർ? ഹുമസത്തിൻ ലുമസ, അവർ ഹുമസത്താണ്, അതുപോലെ ലുമസത്താണ്. ഹുമസ എന്നാൽ ഹംസ് ചെയ്യുന്ന ആളുകൾ എന്നാണ് അർത്ഥം. ഹംസ് എന്നാൽ ഇമാം മുജാഹിദ് റഹിമഹുല്ല അദ്ദേഹത്തെ പോലെയുള്ള താബിഈങ്ങൾ അഭിപ്രായപ്പെട്ടതുപോലെ ചേഷ്ടകൾ കൊണ്ട്, ആംഗ്യവിക്ഷേപങ്ങൾ കൊണ്ട് ആളുകളെ പരിഹസിക്കുക, ആക്ഷേപിക്കുക, അതിനാണ് ഹംസ് എന്ന് പറയുക. ലുമസ എന്നാൽ ആളുകളെ ലംസ് ചെയ്യുക. ലംസ് എന്നാൽ വാക്കുകൊണ്ട്, നാവുകൊണ്ട് ആളുകളെ പരിഹസിക്കുകയും മുറിവേൽപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുക. ഇങ്ങനെയുള്ളവർക്കെല്ലാം നാശമെന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നു. അവരുടെ തന്നെ സ്വഭാവങ്ങളിൽ അടുത്തതാണ് അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ജമഅ മാലൻ, അവൻ സമ്പത്ത് ശേഖരിച്ചു. വഅദ്ദദ, എന്നിട്ട് അവനത് എണ്ണിക്കൊണ്ടിരിക്കുന്നു. യഹ്സബു, അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു, അവൻ്റെ സമ്പത്ത് അഖ്ലദ, അവനെ ശാശ്വതനാക്കിയിരിക്കുന്നു, അവന് എന്നേക്കുമുള്ള ജീവിതം അവൻ്റെ സമ്പത്ത് നൽകിയിരിക്കുന്നു എന്നാണ് അവൻ വിചാരിച്ചു വച്ചിരിക്കുന്നത്. നോക്കൂ, ഇതിനു മുമ്പ് പഠിച്ച സൂറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ, സൂറത്തുൽ മാഊനിൻ്റെ തഫ്സീറിൽ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് യോജിക്കാത്ത സ്വഭാവമാണ്. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവർക്ക് ഇത് യോജിക്കുകയില്ല, അല്ലാത്തവർക്കാണിത് യോജിക്കുക. അപ്പോൾ നോക്കൂ, എന്നാൽ ഇതിൻ്റെ ചില ഓഹരികൾ അത് മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായേക്കാം. അത് ഇല്ലാതിരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഈ സൂറത്തിലൂടെ താക്കീത് നൽകുകയാണ്. നോക്കൂ, ആളുകളെ പരിഹസിക്കുകയും അവരെ കുത്തിപ്പറയുകയും ചെയ്യുക എന്നത് അങ്ങേയറ്റം മോശമായ, വളരെ വളരെ മോശമായ സ്വഭാവങ്ങളിലൊന്നാണ്. വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ജനങ്ങളുടെ ശാരീരികമായ ന്യൂനതകളോ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലെ കുറവുകളോ അവരുടെ അംഗവൈകല്യങ്ങളോ ഇങ്ങനെ വല്ലതും പരിഹസിക്കുക വളരെ മോശമായ കാര്യമാണ്. അതിലുമപ്പുറത്താണ് ഒരാളെ അയാളുടെ ദീനിൻ്റെ പേരിൽ പരിഹസിക്കുക എന്നത്. മുനാഫിഖുകളുടെ സ്വഭാവമായി അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം, അല്ലദീന യൽമിസൂന المطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم. നോക്കൂ, സൂറത്തു തൗബയിൽ റബ്ബ് സുബ്ഹാനഹു വതആല മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞു, അല്ലദീന യൽമിസൂന. ഈ ആയത്തിൽ പറഞ്ഞ ആ പദമാണ് ലംസ് ചെയ്യുക. അവർ മുഅ്മിനീങ്ങളെ കുത്തിപ്പറയും. സദഖാത്ത്, സദഖയുടെ കാര്യത്തിൽ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖയ്ക്ക് ആഹ്വാനം ചെയ്തപ്പോൾ തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് ധാരാളമായി സദഖ ചെയ്യാൻ പറഞ്ഞു.
ചില സഹാബിമാർ വമ്പിച്ച സ്വത്ത് കൊണ്ടുവന്ന് ദാനം ചെയ്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാർ ഇങ്ങനെ വലിയ സ്വത്ത് കൊണ്ടുവന്ന് ദാനം ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് മുനാഫിക്കുകൾ പറയും, ഹാദാ മുറായി, ഇയാൾ ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചില സഹാബിമാർ ഒന്നും കയ്യിലില്ല, വളരെ നിസാരമായത് അതുകൊണ്ട് വന്നു കൊടുക്കും. അപ്പോൾ മുനാഫിക്കുകൾ പറയും, അള്ളാഹുവിന് വേണ്ടി ഈ സദഖ കൊണ്ട് എന്താവശ്യം? വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും, പ്രയാസപ്പെട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ മാത്രം സാധിക്കുന്ന മുഅ്മിനീങ്ങളോടാകട്ടെ ഫയസ്ഖറൂന മിൻഹും, അവരെ പരിഹസിക്കുകയും ചെയ്യുന്നു. സഖിറ അല്ലാഹു മിൻഹും, അള്ളാഹു ആ മുനാഫിക്കുകളെ പരിഹസിച്ചിരിക്കുന്നു എന്ന് റബ്ബ് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സ്ഥലത്തിരിക്കും, നടന്നളിക്കാം അവിടെ. നോക്കൂ നിങ്ങൾ, റബ്ബ് സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളെ കുറിച്ച് പറയുകയാണ്. ധാരാളമായി ദാനം ചെയ്യുന്ന മുഅ്മിനീങ്ങളെ അവർ ഈ രൂപത്തിൽ പരിഹസിക്കുന്നു. അതായത് അവർ ആളെ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നവരാണ്. എന്നാൽ എന്തെങ്കിലും സാധിക്കുന്നത് മാത്രം കൊണ്ടു കൊടുക്കുന്നവരെ പരിഹസിക്കുകയും ചെയ്യും. ഇവൻ്റെ ഈ സദഖ കൊണ്ട് അള്ളാഹുവിന് എന്ത് കാര്യമാണുള്ളത്? അത് മുഅ്മിനീങ്ങളോടുള്ള അവരുടെ കടുത്ത വിദ്വേഷത്തിൻ്റെ ഫലമായിട്ട് വരുന്ന വാക്കാണ്. ഇതുപോലെ നോക്കൂ, ഒരുവനെ അവൻ്റെ ദീനിൻ്റെ പേരിൽ പരിഹസിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. ഒരാളെ മറ്റൊരാൾ പരിഹസിക്കുകയാണ് എന്തിൻ്റെ പേരിൽ? അവൻ ദീൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ. ഒരാൾ താടി വളർത്തിയിരിക്കുന്നു, അതിൻ്റെ പേരിൽ ഒരാൾ അവനെ പരിഹസിക്കുകയാണ്. ഒരു സ്ത്രീ ഹിജാബ് ധരിച്ചിരിക്കുന്നു, അവൾ മുഖം മറച്ചിരിക്കുന്നു, അതിൻ്റെ പേരിൽ അവളെ ഒരാൾ പരിഹസിക്കുകയാണ്. ഇങ്ങനെ പരിഹസിച്ചാലുള്ള വിധി എന്താണ്? പരിഹസിച്ചവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകും. വളരെ ഗൗരവമാണ് കാര്യം, ദീനിൻ്റെ പേരിൽ ഒരാളെ പരിഹസിക്കുക എന്നത്. കാരണം അത് ആ പരിഹാസം കേവലം വ്യക്തിപരമായ പരിഹാസത്തിൽ നിൽക്കുകയില്ല, ദീനിനോടുള്ള വിദ്വേഷമാണ് അതിൻ്റെ പിന്നിലെ പ്രേരകം. ഇതിനുള്ള തെളിവാണ് സൂറത്തു തൗബയിൽ തന്നെ മുനാഫിക്കുകളുടെ മുഖം മൂടി അള്ളാഹു വലിച്ചു കീറിയ സൂറത്താണ് സൂറത്തു തൗബ. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയോടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട സൂറത്താണ് സൂറത്തു തൗബ. കാരണം അതിൽ മുനാഫിക്കുകളുടെ ഓരോ സ്വഭാവങ്ങൾ അള്ളാഹു എടുത്തു പറഞ്ഞു. ഒമിൻഹും അവരിൽ ഇങ്ങനെയുള്ളവരുണ്ട്, അവരുടെ സ്വഭാവമാണിത്, അവരുടെ സ്വഭാവമാണിത്. നമ്മൾ ആലോചിച്ച് വായിക്കേണ്ട ആയത്തുകളാണ്. എന്തുകൊണ്ടാണത്? അത് നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കാൻ. നിഫാഖ് മുഅ്മിനാണ് പേടിക്കുക, മുഅ്മിൻ നിഫാഖിനെ പേടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മുനാഫിഖ് ഒരിക്കലും നിഫാഖിനെ പേടിക്കുകയില്ല. അതുകൊണ്ടാണ് ഹസൻ ബസ്രി പറഞ്ഞത്, മാ അമിനഹു ഇല്ലാ മുഅ്മിൻ, മാ അമിനഹു ഇല്ലാ മുനാഫിഖ്, വമാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ. മുഅ്മിനെ അതിനെ പേടിക്കുകയുള്ളൂ, നിഫാഖിനെ പേടിക്കുകയുള്ളൂ, മുനാഫിഖെ അതിനെക്കുറിച്ച് പേടിയില്ലാതിരിക്കുകയുള്ളൂ. സഹാബത്ത് നിഫാഖ് ഭയന്നവരായിരുന്നു. ഇബ്നു അബി മുലൈക റഹിമഹുല്ലാ എന്ന താബിഈ പറയുക, ഞാൻ 30ഓളം സഹാബിമാരെ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന അലാ നഫ്സിഹി നിഫാഖ്, അവരെല്ലാവരും തങ്ങളിൽ നിഫാഖ് ഭയപ്പെട്ടിരുന്നു. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം, ഇബ്നു അബി മുലൈക കണ്ട സഹാബിമാർ കിബാർ സഹാബത്താണ്. സഹാബത്തിൽ പ്രായമേറിയ, നബിയുടെ കൂടെ ഒരുപാട് കാലം സഹവസിച്ച സഹാബിമാരിൽ സിഗാറുകളുണ്ട്, പ്രായം കുറഞ്ഞ നബിയുടെ കൂടെ കുറച്ചു കാലം മാത്രം സഹവസിച്ച സഹാബത്തുണ്ട്. അവരെയല്ല, കിബാറുകളെ കണ്ട താബിഈയാണ് ഇബ്നു അബി മുലൈക. അദ്ദേഹമാണ് ഈ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞു, ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. തബൂക്ക് യുദ്ധത്തിനിടയിൽ ഒരാൾ പറഞ്ഞു, മാ റഅയ്തു മിസ്ല ഖുറാഇന ഹൗലാ അർഗബ ബുതൂനൻ വല അക്ദബ അൽസുനൻ വല അജ്മന ഇൻദ ലിഖാ. ഇതാ ഈ ഖുറാഇനെ പോലെ, ഈ ഓത്തുകാരെ പോലെ, ഖുറാഇനെ പോലെ, സഹാബത്താണ് ഖുറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുറാകളുടെ നേതാവ്. ഇവരെ പോലെ തീറ്റ കൊതിയന്മാരും കളവ് പറയുന്നവരും യുദ്ധമുഖത്ത് പേടിത്തൊണ്ടന്മാരുമായ വേറൊരു കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ പറയുകയാണ് ആ യാത്രക്കിടയിൽ. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഇത് കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാനിത് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കും, ഇന്നക ലമുനാഫിഖ്, നീ ഒരു മുനാഫിഖാണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓടിയെന്നാണ്. ഇയാൾ നബിയുടെ അരികിലേക്ക് ഒഴിവ് കഴിവ് ബോധിപ്പിക്കാൻ ഇത് പറഞ്ഞയാൾ വരുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ആയത്ത് അവതരിച്ചിരുന്നു.
വലഇൻ സഅൽതഹും, ഓ നബി അവരോട് താങ്കൾ ചോദിച്ചാൽ ലയഖൂലുന്ന, അവർ പറയും ഇന്നമാ കുന്നാ നഖൂദു വനലഅബ്, ഞങ്ങൾ വെറുതെ കളി പറഞ്ഞതാണ്, തമാശ പറഞ്ഞതാണ്. ഖുൽ, ചോദിക്കൂ നബി അവരോട്, അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ആയത്തുകളെക്കുറിച്ചും അതുപോലെ അവൻ്റെ റസൂലിനെ കുറിച്ചുമാണോ നിങ്ങൾ പരിഹാസം പറയുന്നത്? നിങ്ങൾ ഒഴിവ് കഴിവ് പറയേണ്ടതില്ല. ഈമാൻ നേരത്തെ സ്വീകരിച്ചിരുന്നതിന് ശേഷം ഖദ് കഫർതും, നിങ്ങൾ കാഫറായി പോയിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ഇയാൾ നബിയുടെ അരികിൽ വന്ന് ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ടിരുന്നു. നബിയുടെ വാഹനത്തിൻ്റെ കയറ് പിടിച്ച് അയാൾ ഇങ്ങനെ നടന്നു. അയാളുടെ കാലുകളിൽ കല്ലുകൾ തട്ടി ഉരസുന്നുണ്ടായിരുന്നു എന്നാണ്. അത് പിടിച്ച് നടന്ന് നബിയോട് മാപ്പ് പറയുകയാണ്. ഇന്നമാ കുന്നാ നഖൂദു വനലഅബ്, നബിയെ കളി പറഞ്ഞതാണ്, തമാശ പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞ ഈ ആയത്തിലെ ഭാഗം മാത്രം അവരുടെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒഴിവ് പറയേണ്ടതില്ല. ഖദ് കഫർതും ബഅദ ഈമാനിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഈമാൻ സ്വീകരിച്ചതിന് ശേഷം കാഫറായി പോയിരിക്കുന്നു. കാരണം ചില സന്ദർഭങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ചില സന്ദർഭങ്ങളിൽ ഒഴിവ് കഴിവ് സ്വീകരിക്കുക എന്നത് യോജിക്കുകയില്ല. കാര്യം അതിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നോക്കൂ, വളരെ ശ്രദ്ധിക്കുക. ദീനുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലും നീ തമാശ പറയരുത്, ദീനിനെ പരിഹസിക്കരുത്. ഇസ്ലാമിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രതിഫലമോ ശിക്ഷയോ ഫർദോ സുന്നത്തോ ആയ എന്തെങ്കിലും ഒരു കർമ്മമോ എന്താകട്ടെ, അത് നിനക്ക് തമാശ പറയാനുള്ള കാര്യമല്ല. അള്ളാഹു അവതരിപ്പിച്ച റബ്ബിൻ്റെ ദീനാണ്. റബ്ബിൻ്റെ ദീനിനെ തഅദീം ചെയ്യണം, അതിനെ മഹത്വപ്പെടുത്തണം. ഖുർആനിനെ സുന്നത്തിനെ തഅദീം ചെയ്യണം. എങ്കിലേ നമ്മുടെ ഈമാൻ ശരിയാവുകയുള്ളൂ. എല്ലാ നിലക്കും ഖുർആൻ രേഖപ്പെടുത്തിയ മുസ്ഹഫ് തഅദീം ചെയ്യേണ്ടതാണ്. അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം. മനസ്സിലായില്ലേ? അത് രേഖപ്പെടുത്തിയ മുസ്ഹഫിനെ ബഹുമാനിക്കണം. നമ്മുടെ കുട്ടികളെ ബഹുമാനം പഠിപ്പിച്ച് വളർത്തണം. മുസ്ഹഫ് എടുത്തിട്ട് അവിടെ ഇവിടെയും വേറെ ഏതെങ്കിലും പുസ്തകങ്ങൾ അതിൻ്റെ മുകളിൽ കൊണ്ടുവിടുക, അല്ലെങ്കിൽ താഴെ വെക്കുക, തറയിൽ വെക്കുക, അനുവദിക്കാൻ പാടില്ല. അത് കർശനമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അത് രേഖപ്പെടുത്തിയ കിതാബിന് മുസ്ഹഫിനെ ബഹുമാനിക്കുമ്പോഴേ അതിൻ്റെ ഉള്ളിലുള്ളതിന് ബഹുമാനിക്കണം എന്ന ബോധം വരികയുള്ളൂ. മനസ്സിലായില്ലേ? അതിൽ ബാക്കിയുള്ള പുസ്തകങ്ങൾ എഴുതിയ പോലെ കുത്തിക്കുറിക്കാൻ പാടില്ല. മറ്റുള്ള പുസ്തകങ്ങൾ അതിന് മുകളിൽ വെക്കരുത്, മുകളിലായിരിക്കണം. അള്ളാഹുവിൻ്റെ കലാം രേഖപ്പെടുത്തിയ മുസ്ഹഫ് ഏറ്റവും മുകളിലായിരിക്കണം. അതിന് മുകളിൽ കാലെടുത്തു വെക്കാനോ അതുപോലെ അതിനെ അപമാനിക്കുന്ന പ്രവർത്തനം, പ്രകടമായ അപമാനം വല്ലതും, അതായത് അത് അപമാനിക്കലാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ആർക്കും. അങ്ങനെയുള്ള പ്രവർത്തനം വല്ലതും ഒരാൾ മുസ്ഹഫിന് നേരെ ചെയ്താൽ ചെയ്തതോടെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, കാഫറായി പോയിരിക്കുന്നു. മനസ്സിലായില്ലേ? വേറൊന്നും ചെയ്യണ്ട, ഒന്നും പറയേണ്ടതില്ല. ഒരാൾ മുസ്ഹഫിനെ അപമാനിക്കുന്ന ഒരു പ്രവർത്തനം, ഒരാൾക്ക് തർക്കമില്ല, അത് അപമാനിക്കലാണ്. ഉദാഹരണത്തിന് അതിന് മുകളിൽ ചവിട്ടി നിൽക്കുക, അതല്ലെങ്കിൽ അത് നജസായ വസ്തുക്കളുടെ മുകളിൽ കൊണ്ടുപോയി തള്ളുക, കരുതിക്കൂട്ടി, ഇങ്ങനെ വല്ലതും ചെയ്താൽ ചെയ്തതോടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ തഅദീം നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക. കാരണം അത് പുറമേക്കുള്ള അതിനെ ബഹുമാനിച്ചാലേ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ കാര്യത്തോട് ബഹുമാനം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ദീൻ തഅദീം ചെയ്യാനുള്ള, അതിനോട് ബഹുമാനവും ആദരവും വേണം. അതിനെ കളി തമാശയായി കാണുക പാടില്ലാത്തതാണ്. അപ്പം നോക്കൂ, പരിഹാസങ്ങൾ, ഏറ്റവും കടുത്ത പരിഹാസം ദീനിനെ പരിഹസിക്കുക, ദീൻ സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ആളുകളെ പരിഹസിക്കുക. ചെറിയ കുട്ടികൾ, താടി വളർന്നു വരുന്ന മക്കൾ, അള്ളാഹുവിന് വേണ്ടി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴി സ്വീകരിച്ചാൽ കാണാം ചില ആളുകൾ അവരെ പരിഹസിക്കുന്നത്. എന്നാൽ തോന്നിവാസികളായി വൃത്തികെട്ട കോലത്തിൽ നടക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. യാതൊരു പ്രശ്നവും ഇങ്ങനെയുള്ള ആളുകൾക്ക് കാണുകയില്ല. അവരോടൊന്നും ഒരു കുഴപ്പമില്ല. അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ചൊരു ചെറിയ കുട്ടി നടന്നാൽ, താടിയൊക്കെ മുളച്ചു വരുന്നൊരു കുട്ടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ദീനിൻ്റെ ചിഹ്നങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നാൽ ചില ആളുകൾക്ക് വളരെ വലിയ പ്രയാസമാണ്, പ്രായമുള്ള പലർക്കും. എന്താണ് ഇവർ ഈ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? നിൻ്റെ കുടുംബത്തിൽ സഹോദരൻ അങ്ങനെ ഒരുത്തനുണ്ട് എന്നതുകൊണ്ടായിരിക്കും ചിലർക്ക് റബ്ബ് നിന്റെ കുടുംബത്തെയും കാക്കുന്നത്. അതെങ്കിലും നീ ആലോചിക്കും. നിൻ്റെ കുടുംബത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരുത്തനുണ്ട് എന്നതുകൊണ്ടായിരിക്കും റബ്ബ് ചിലപ്പോൾ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ പലർക്കും അവരുടെ മെക്കിട്ട് കയറാൻ വല്ലാത്ത താല്പര്യമാണ്. കാരണം അവർക്കറിയാം അവർ അള്ളാഹുവിനെ പേടിക്കാൻ, ഈ തിരിച്ചിങ്ങോട്ട് ഇതുപോലെ അക്രമം ചെയ്യുകയില്ല എന്ന ധൈര്യത്തിലാണ് പലരും ഇങ്ങനെ പലതും ചെയ്യുന്നത്.
അള്ളാഹുവിനോട് എന്ത് മറുപടി പറയും എന്ന് അങ്ങനെയുള്ളവർ ഓർക്കണം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, പരിഹാസം, കുത്തുവാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. ഇനി നോക്കൂ, ദീനിൻ്റെ കാര്യത്തിലല്ലാതെ ദുനിയാവിൻ്റെ കാര്യത്തിലായാലും ജനങ്ങളുടെ മനസ്സ് മുറിപ്പെടുത്തുന്ന രൂപത്തിൽ തമാശകൾ പറയുക പാടില്ലാത്തതാണ്. ആളുകൾ മനസ്സ് മുറിക്കുന്ന രൂപത്തിൽ, ആളുകൾ അപമാനിക്കുന്ന രൂപത്തിൽ തമാശകൾ പറയുക എന്നത് വിലക്കപ്പെട്ട കാര്യമാണ്. മുസാഹ്, തമാശ എന്ന് പറയുന്നത് അത് മിതമായ തോതിൽ ഈ ദീനിൽ അനുവദിക്കപ്പെട്ടതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു അത് ഉപ്പ് പോലെയാണ്, ഭക്ഷണത്തിൽ ഉപ്പ് പോലെയാണ്. ഉപ്പില്ല എങ്കിൽ ഭക്ഷണം ഒരു രുചിയും ഉണ്ടാവുകയില്ല. ഉപ്പ് കൂടിപ്പോയാൽ ഭക്ഷണം നശിച്ചു പോകും, കൊള്ളുകയില്ല. എന്നതുപോലെയാണ് സംസാരത്തിൽ തീരെ ഒരാൾ ഒരിക്കലും ഒരു ഫലിതം അയാളുടെ സംസാരത്തിൽ ഇല്ലെങ്കിൽ സംസാരം തീരെ ഭംഗി ഉണ്ടാവുകയില്ല. അതേസമയം ഒക്കെ ഇത് തന്നെ ആയാലോ അത് കേടുവരുത്തും സംസാരത്തെ. അതുപോലെ അതിൽ കളവ് വരാൻ പാടില്ല. ആളുകളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ തമാശ കൊണ്ട് പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് മനോഹരമായ രൂപത്തിൽ ഈ രൂപത്തിലുള്ള തമാശ കാണാം. ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദാഇബു അസ്ഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബത്തിനോട് അവരെ ചിരിപ്പിക്കുന്ന കളി തമാശകൾ പങ്കിടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൊച്ചനുജൻ, അതൊരു കുരുവിയെ അതിനെങ്ങനെ നോക്കി വളർത്തിയിരുന്നു. ആ കുരുവി ചത്തുപോയി. പ്രയാസത്തിലിരിക്കുന്ന ഈ കുഞ്ഞു മകൻ്റെ അരികിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, ഓ അബു ഉമൈർ, നിൻ്റെ നുഗൈറിന്, നിൻ്റെ കുഞ്ഞു കുരുവിക്ക് എന്തു പറ്റി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയോട് പോയി ചോദിക്കുകയാണ്. ആ കുട്ടിയുടെ ദുഃഖത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുചേരുകയാണ്. അതിൻ്റെ മനസ്സൊന്ന് സന്തോഷം അതിന് പകരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ നിരുപദ്രവകരമായ നല്ല തമാശകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അതിനുദാഹരണമാണ് മനോഹരമായ ഈ സംഭവം. ജാഹിർ എന്നു പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. ജാഹിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബാദിയത്തിൽ താമസിച്ച ആളായിരുന്നു. ബാദിയത്ത് എന്നാൽ മരുഭൂമിയുടെ ഉൾപ്രദേശം, ബദവികൾ എന്ന് പറയുന്നത്, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ആ ഉൾപ്രദേശങ്ങളിൽ കിട്ടുന്ന ചില വസ്തുക്കളുണ്ട്, തേനും പാൽക്കട്ടിയും ഇങ്ങനെയുള്ള പലതും. മദീനയിൽ അഥവാ പട്ടണത്തിൽ കിട്ടുന്ന വസ്തുക്കളുണ്ട്. അപ്പോൾ ഈ ജാഹിർ എന്ത് ചെയ്യുമായിരുന്നു? അദ്ദേഹം ബാദിയയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മദീനയിലേക്ക് വരും. എന്നിട്ട് അവിടെയുള്ള പല സാധനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിറിനെ തിരിച്ചേക്കുമ്പോൾ മദീനയിൽ കിട്ടുന്ന പലതും അങ്ങോട്ട് നൽകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്ന ജാഹിറൻ ബാദിയത്തുന വനഹ്നു ഹാദിറൂഹ്, ജാഹിർ നമ്മുടെ ബാദിയത്തും നമ്മൾ ജാഹിറിൻ്റെ ഹാദിറുമാണ്. ബാദിയ എന്ന് പറഞ്ഞാൽ ഉൾപ്രദേശം, ഹാദിർ എന്നാൽ പട്ടണപ്രദേശം. ജാഹിർ നമ്മുടെ ബാദിയത്താണ്, നമ്മൾ ജാഹിറിൻ്റെ ഹാദിറാണ് എന്ന് പറയുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. വക്കാന ദമീമൻ, അദ്ദേഹം കാണാനൊരു വിരൂപനായിരുന്നു. അദ്ദേഹത്തെ കാണാൻ തീരെ ഭംഗിയുണ്ടായിരുന്നില്ല. തീരെ കാണാൻ ഭംഗിയില്ലാത്ത, ശരീരത്തിൽ കാണാൻ ഭംഗിയില്ലാത്ത ആളായിരുന്നു അദ്ദേഹം റളിയല്ലാഹു അൻഹു അർദാഹ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അദ്ദേഹം വന്നു. വഹുവ യബീഉ മതാഅഹ്, അദ്ദേഹം മദീനയിലേക്ക് വന്ന് തൻ്റെ വസ്തുക്കൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. വസ്തുക്കൾ വിറ്റുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം കണ്ടിട്ടില്ല. നബി എന്ത് ചെയ്തു? ഫഹ്തദനഹു മിൻ ഖൽഫിഹി വഹുവ ലാ യുബ്സിറു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ പോയി ആളെങ്ങനെ പിടിച്ചു, പിന്നിലൂടെ പോയി ജാഹിറിനെ പിടിച്ചു. അപ്പോൾ ജാഹിർ പറഞ്ഞു, അർസിൽനി മൻ ഹാദ, ആരാ ഇത്, എന്നെ വിടൂ എന്ന് പറഞ്ഞു. ആരാ എന്നെ പിടിച്ചത്? ആളെ കാണുന്നില്ല, എന്നെ വിടൂ. ഫൽതഫത, എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി. ഫഅറഫ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചത് എന്ന് മനസ്സിലായി. ഫജഅല ലാ യഅലു മാ അൽസഖ ളഹ്റഹു ബിസദ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന അറഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചത് എന്ന് കണ്ടപ്പോൾ പിന്നെ ആൾ അനങ്ങാതിരുന്നു. തൻ്റെ പുറംഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അനങ്ങാതെ നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, മൈ യശ്തരിൽ അബ്ദ്, ഇതാ ഈ അടിമയെ വിൽക്കുന്നു, ആർക്ക് വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നാണ്. അദ്ദേഹം അടിമയല്ല. പക്ഷെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശയായി പിടിച്ചിട്ട് ചോദിക്കാം, മൈ യശ്തരിൽ അബ്ദ്, ഇതാ ഈ അബ്ദിനെ ആര് വാങ്ങും?
ഇതിനാരാണ് വാങ്ങുക എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, നേരത്തെ പറഞ്ഞു ഇദ്ദേഹം വിരൂപനായ ഒരാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യാ റസൂൽ അല്ലാഹുവിൻ്റെ റസൂലെ, ഇദൻ തജിദുനി കാസിദ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വിലയും കിട്ടൂല, എന്നെ വിറ്റാൽ വളരെ കുറഞ്ഞ വില മാത്രമേ കിട്ടുകയുള്ളൂ, ഞാനൊരു കാസിദാണ്. കാസിദ് എന്ന് പറഞ്ഞാൽ തീരെ വില കിട്ടാത്ത ആളാണ്. ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലകിന്നക ഇൻദല്ലാഹി ഗാലിൻ, പക്ഷെ അള്ളാഹുവിങ്കിൽ നീ വലിയ വിലയുള്ള ആളാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ലകിന്നക ഇൻദല്ലാഹി ലസ്ത ബികാസിദിൻ, അള്ളാഹുവിങ്കിൽ നീ വിലയില്ലാത്ത ആളല്ല. അപ്പം നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ തമാശകളിലൊന്നാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ നിരുപദ്രവകരമായ നല്ല തമാശകൾ പറയുകയും അത് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും ചെയ്യുമായിരുന്നു, അത് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. അതിനുള്ള ഒരു ഉദാഹരണമാണ് സ്വഹൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സ്വഹൈബ് പറഞ്ഞു, ഖദിംതു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നു. വബൈന യദൈഹി ഖുബ്സുൻ വതംറുൻ, നബിയുടെ മുന്നിൽ ഖുബ്സും തമറും ഉണ്ടായിരുന്നു. ഖുബ്സ് എല്ലാവർക്കും അറിയാം, അറബികൾ കഴിക്കുന്ന റൊട്ടിയാണ്. തമറു അതുപോലെ കാരക്കമുണ്ടായിരുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്നു ഫകുൽ, വാ കഴിക്കുക എന്ന് പറഞ്ഞു. ഫഅഖദ്തു ആകുലു മിന തമർ, അപ്പം ഞാൻ ചെന്ന് തമർ തിന്നുകൊണ്ടിരുന്നു. സ്വഹൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ സ്വഹൈബിന് ആ സമയത്ത് കണ്ണിൽ റമദുണ്ടായി. റമദ് എന്ന് പറഞ്ഞാൽ കണ്ണിലെ രോഗമാണ്. അപ്പം അറബികൾക്കിടയിൽ പൊതുവേ പറയാറുണ്ട്, അറബ് വൈദ്യത്തിലുള്ളതാണ്, ഇത് റമദുള്ളവർ എന്ത് ചെയ്യരുത്, കാരക്ക തിന്നരുത്, കണ്ണിനിത് രോഗമുണ്ടെങ്കിൽ ഇത് തിന്നരുത്, രോഗം കൂടാനോ മറ്റോ കാരണമാകും. എന്ത് അറബികൾക്കിടയിൽ പൊതുവേ അറിയപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, തഅകുലു തമറൻ വബികറമത്, നീ കണ്ണിൽ ഈ രോഗം വെച്ചിട്ട് തമർ തിന്നുകയാണോ? അപ്പോൾ സുഹൈബ് പറഞ്ഞു, നബിയെ, ഇന്നി അംദുഖു മിൻ നാഹിയത്തിൻ ഉഖ്റ, എൻ്റെ കണ്ണ് രോഗമുള്ള കണ്ണ് ഉണ്ടല്ലോ, ഇപ്പുറത്തെ ഭാഗത്തുകൊണ്ടാണ് ഞാൻ കടിക്കുന്നത് എന്ന് സുഹൈബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു. രോഗമുള്ള ഭാഗത്താണ് ഞാൻ ഇങ്ങേ സൈഡിൽ നിന്നാണ് കടിക്കുന്നത് എന്ന് പറഞ്ഞു. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ടപ്പോൾ ചിരിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല തമാശ അത് പറയുകയും അത് കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയും ചെയ്യുമായിരുന്നു. ഇതാണ് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള മുസാഹ്. എന്നാൽ കളവ് പറയാനോ, ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാനോ, അല്ലെങ്കിൽ ആളുകളുടെ വികാരം വ്രണപ്പെടുത്താനോ, അവരുടെ മനസ്സ് മുറിപ്പെടുത്താനോ, ആളുകളെ അപമാനിക്കാനോ, ആളുകളുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈകല്യമുണ്ടെങ്കിൽ അതിനെ പരിഹസിച്ച് അങ്ങനെയൊക്കെ ചിരിക്കുക, അതുപോലെ ആളുകളുടെ തറവാടിനെ കുത്തി പറയുക, അവരുടെ വംശപരമ്പരയെ, മാതാപിതാക്കളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ മനസ്സ് വ്രണപ്പെടുത്തുന്ന തമാശകൾ ഹറാമാണത്, പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ, നാശമാണുള്ളത്, ലില്ലദി യുഹദ്ദിസു ബിൽ ഹദീസ് ലിയുദ്ഹിക ബിഹിൽ ഖൗമ ഫയക്ദിബ് വൈലുൻ ലഹു വൈലുൻ ലഹു. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുവൻ നാശമാണെന്ന് പറഞ്ഞു. ആർക്കാണ്? അവൻ ജനങ്ങളെ ചിരിപ്പിക്കാൻ കളവ് പറയുന്നു, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറഞ്ഞ് അത് തമാശയാക്കാൻ നോക്കുക, പാടില്ലാത്തതാണ്. കളവ് ഗൗരവത്തിലോ തമാശയിലോ ഒരു മുഅ്മിൻ യോജിക്കുകയില്ല. തമാശ പറയുമ്പോഴും അവൻ സിദ്ഖായിരിക്കണം പുലർത്തേണ്ടത്, ഗൗരവത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹ്യ് എഴുതി വച്ചിരുന്ന സഹാബിമാർ ഉണ്ടായിരുന്നു, നബിയുടെ ഹദീസുകൾ. അത് അവരിൽ ഒരാളാണ് അബ്ദുല്ലാഹ് ബിൻ അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ ഹിഫ്ളാക്കുമായിരുന്നു, അബ്ദുല്ലാഹ് ബിൻ അമർ ബിൻ ആസ് എഴുതി വെക്കുമായിരുന്നു ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ, നബിയുടെ കാലത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയ സഹാബിമാരുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ചിലർ പറഞ്ഞു അബ്ദുല്ലാഹ് ബിൻ അമറിനോട്, നീ ഇങ്ങനെ നബി പറയുന്ന ഒക്കെ എഴുതല്ലേ, കാരണം നബി നമ്മളോട് തമാശക്ക് പറയാറില്ലേ, നബി ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം പിടിച്ച് പറയാറില്ലേ, നീ ഒക്കെ എഴുതിയാൽ അങ്ങനെ ശരിയാവും. അങ്ങനെ അദ്ദേഹം എഴുത്ത് നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നബിയെ, അങ്ങ് തമാശ പറയാറുണ്ടല്ലോ, ചിലപ്പോൾ ദേഷ്യം പിടിച്ച് ഞങ്ങളോട് എന്തെങ്കിലും പറയാറുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എഴുതിക്കോളൂ, ഇതിൽ നിന്ന് സിദ്ഖല്ലാതെ, സത്യമല്ലാതെ വരികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചാലാകട്ടെ, തമാശ പറഞ്ഞാലാകട്ടെ, സിദ്ഖല്ലാതെ, സത്യമല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല. നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ദുആയിൽ തന്നെ നമുക്ക് കാണാം, വനസ്അലുക കലിമത്തൽ ഹഖ് ഫിൽ ഗളബി വർ-റിള, അള്ളാഹുവെ ഹക്ക് പറയാൻ തൗഫീഖ് ചെയ്യണേ, കോപമുള്ള സമയത്തും തൃപ്തിയുള്ള സമയത്തും, ഏത് സന്ദർഭത്തിലും ഹക്കല്ലാതെ പറയരുത് എന്നാണ്. അപ്പോൾ നോക്കൂ, ഇത് ഈ സംസാരത്തിൽ ഈ മര്യാദ വളരെ ശ്രദ്ധിക്കണം. ഇതിനെതിരായ സ്വഭാവമാണ് ഹംസ്, അതുപോലെ ലംസ്, ആളുകളെ നാവ് കൊണ്ടും ആംഗ്യവിക്ഷേപങ്ങൾ കൊണ്ടുമെല്ലാം കുത്തിപ്പറയുക എന്നത്.
അവരുടെ സ്വഭാവമാണ് അള്ളാഹു പറയുന്നു, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, അവൻ സമ്പത്ത് കുന്നുകൂട്ടുകയും അത് എണ്ണിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അവൻ രാവിലെ പെട്ടി തുറന്ന് എണ്ണും, അവനറിയാം വൈകുന്നേരം വരെ വേറൊന്നും പെട്ടിയിൽ കയറിയിട്ടില്ല, എന്നാലും വൈകുന്നേരം ഒന്നുകൂടി എണ്ണും, പിറ്റേന്ന് പിന്നെയും എണ്ണും. ഇങ്ങനെ സമ്പത്ത് നിരന്തരം എണ്ണിക്കൊണ്ടിരിക്കുക എന്നത് അതിനോടുള്ള ഒരാളുടെ ഫറത്തുൽ ഹുബ്, അതിരുവിട്ട പ്രേമം സൂചിപ്പിക്കുന്ന കാര്യമാണ്. അത് ശരിയല്ല. എന്നു മാത്രമല്ല സഹോദരങ്ങളെ, പൊതുവെ പണത്തിൽ അതിൽ ബറക്കത്ത് നൽകാൻ കാരണമായേക്കാവുന്ന കാര്യമാണ് എണ്ണാതിരിക്കുക എന്നത്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് കാണാം, നീ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്, വല്ലാതെ എണ്ണി കൊടുക്കല്ലേ. ലാ തൂക്കി ഫയൂക്കില്ലാഹു അലൈക്ക്, വല്ലാതെ എണ്ണരുത്, അപ്പോൾ അള്ളാഹുവും കണക്കാക്കിയിട്ട് തരുള്ളൂ. വല്ലാതെ കണക്കാക്കി കൊടുക്കല്ലേ, അപ്പോൾ റബ്ബും കണക്കാക്കിയിട്ട് മാത്രമേ തരികയുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, വീട്ടിലൊരു ഭക്ഷണം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് തന്നെ ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു, തീരുന്നില്ല. ഒരു ദിവസം ഞാനെടുത്തത് അളന്നു നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ കണക്കെടുത്ത് നോക്കി, പിന്നെ പെട്ടെന്ന് തീർന്നു. അതെണ്ണാത്തിടത്തോളം, അതിൻ്റെ കണക്കെടുക്കാത്തിടത്തോളം അതിൽ നമുക്കെന്തുണ്ട്, റബ്ബിലൊരു പ്രതീക്ഷയുണ്ട്, തവക്കുൽ അതിൽ മുന്തി നിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ബറക്കത്ത് നൽകാൻ സഹായിച്ചേക്കും. എണ്ണേണ്ട ആവശ്യം വരും ചിലപ്പോൾ, അപ്പോൾ എണ്ണണം. ഇപ്പോൾ സക്കാത്ത് കൊടുക്കാൻ എണ്ണേണ്ടി വരും, എങ്കിലല്ലേ അതിൻ്റെ ശതമാനം മനസ്സിലാവുള്ളൂ. അത് എപ്പോഴും എണ്ണി കൊടുക്കുക, അനാവശ്യമായി എണ്ണിക്കൊണ്ടിരിക്കുക നല്ല സ്വഭാവമല്ലാതെ, അനാവശ്യമായി എണ്ണേണ്ടതില്ല. മറിച്ച് അള്ളാഹുൽ തവക്കുലാക്കുക. അള്ളാഹു ഒരു പക്ഷേ അതിൽ ബറക്കത്ത് നൽകിയേക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ ബറക്കത്ത്, അത് ഉള്ളതിനേക്കാൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് അത് തികഞ്ഞേക്കും. അള്ളാഹു അതിൽ വർധനവ് നൽകിയേക്കും എന്നാണ്. ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നവൻ യഹ്സബു, അവൻ വിചാരിക്കുന്നു, അന്ന മാലഹു അഖ്ലദ, അവൻ്റെ സമ്പത്ത് അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്നത്. സുബ്ഹാനല്ലാഹ്, സമ്പത്ത് ശാശ്വത ജീവിതം നൽകിയിരുന്നുവെങ്കിൽ പഴയ പണക്കാരൊക്കെ ഇന്നും ഇവിടെ കാണണമായിരുന്നു. ഇല്ല, ഒരാളും തന്നെ ഇല്ല. എത്ര പണക്കാരനാണെങ്കിലും, എത്ര സുഖങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്നുണ്ടെങ്കിലും, രണ്ട് കാര്യങ്ങൾ അവനെ തുറിച്ചു നോക്കുന്നുണ്ട് എന്നാണ്. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ വാർദ്ധക്യം. ഇത് രണ്ടും അനുഭവിച്ചേ പറ്റൂ. മാത്രമല്ല അവൻ്റെ ഖബറിലേക്ക് 3 കാര്യങ്ങൾ അനുഗമിക്കും, 2 എണ്ണം തിരിച്ചു പോകും. അഹ്ലുഹു അമാലുഹു അമലുഹു, സമ്പത്തും അവൻ്റെ കുടുംബവും, അമലും സമ്പത്തും കുടുംബവും തിരിച്ചു പോകും. അമൽ മാത്രം കൂടെ ബാക്കിയാകും. അവൻ വലത്തോട്ട് നോക്കുമ്പോൾ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ കാണും, ഇടത്തോട്ട് നോക്കുമ്പോൾ ദുഷ്കർമ്മങ്ങൾ കാണും. മുന്നിൽ അവൻ കാണുക നരകത്തിയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, അതുകൊണ്ടൊരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തടുത്തുകൊള്ളുക. അതുകൊണ്ട് സമ്പത്ത് പരലോകത്തേക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയവനാണ് യഥാർത്ഥത്തിൽ അതിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയവൻ അവനാണ്. അതല്ലാതെ അത് കുന്നുകൂട്ടി കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതെ വെച്ചവനല്ല. ശരിയാണ്, നീ നിൻ്റെ മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുക നല്ല കാര്യമാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഇപ്പോൾ മരിച്ചു പോകും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, പകുതി കൊടുക്കട്ടെ, വേണ്ട, 1/3 കൊടുക്കട്ടെ, വസ്തുലുസു കസീർ, 1/3 കൊടുത്തോളൂ, 1/3 ധാരാളമാണ്. നീ നിൻ്റെ മക്കളെ ധനികരായി വിട്ടേച്ചു പോകുന്നതാണ്, അവരെ നീ ആലത്തൻ യതകഫഫൂന അന്നാസ്, ജനങ്ങൾക്ക് മുന്നിൽ കൈ നീട്ടുന്ന ദരിദ്രരായി വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നല്ലത്. എന്നിട്ട് സഅദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിനക്ക് ആയുസ് നീട്ടി തന്നേക്കാം, എന്നിട്ട് പല ആളുകൾക്കും നിന്നെക്കൊണ്ട് ഉപകാരവും പല ആളുകൾക്കും നിന്നെക്കൊണ്ട് ഉപദ്രവവും ഉണ്ടാക്കിയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സഅദ് ആ രോഗത്തിൽ മരണപ്പെട്ടില്ല. എന്നു മാത്രമല്ല, ദീർഘകാലം ജീവിച്ചു. മുസ്ലിമീങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് വലിയ ഉപകാരമുണ്ടായി. അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്ക് അദ്ദേഹത്തെ കൊണ്ട് ഉപദ്രവമുണ്ടായി. ഖാദിസിയ എന്ന യുദ്ധത്തിലെ സേനാനായകനായിരുന്നു ഉമറിൻ്റെ കാലത്ത് സഅദ് ഇബ്നു അബി വഖാസ്. പേർഷ്യക്കാരുമായി നടന്ന് അവരെ പരാജയപ്പെടുത്തിയ യുദ്ധത്തിലെ പടനായകനാരായിരുന്നു സഅദ് ഇബ്നു അബി വഖാസ് ആയിരുന്നു. അത്രയും കാലം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ജീവിക്കുകയുണ്ടായി. പറഞ്ഞു വന്നത്, മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുക നല്ല കാര്യമാണ്. തഖ്വയോടൊപ്പം തഖ്വ അവർക്ക് ബാക്കി വെക്കാതെ നീ അവർക്ക് സമ്പത്ത് മാത്രം ബാക്കി വെച്ച് പോയാൽ
അതുകൊണ്ട് അവർക്കും മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവമാണ് ഉണ്ടാവുക. ആ പണം കൊണ്ട് പണം അവർക്ക് ഉപദ്രവമായി മാറും. അതുകൊണ്ട് തഖ്വയോ നീ പണത്തോടൊപ്പം അവർക്ക് തഖ്വ കൂടെ ബാക്കി വെച്ച് കൊടുക്കുക. അള്ളാഹു പറയുന്നു ഈ തരത്തിലുള്ള ആളുകൾ, ഈ ആയത്തുകളിൽ പറഞ്ഞ ദുസ്വഭാവമുള്ള ആളുകൾ കല്ല, അങ്ങനെയല്ല കാര്യം. അഥവാ സമ്പത്ത് അവന് ശാശ്വത ജീവിതം നൽകുകയില്ല. ലയുംബദന്ന, അവൻ വലിച്ചെറിയപ്പെടും ഫിൽ ഹുതമ, ഹുതമ എന്ന നരകത്തിൽ. ഹുതമ എന്ന നരകത്തിന് പേര് വന്നത് തന്നെ നോക്കൂ നിങ്ങൾ, അത് ആളുകളെ ഞെരിച്ചമർത്തിക്കളയുന്ന, അവരെ അങ്ങേയറ്റം ഗുരുതരമായ രൂപത്തിൽ ശക്തമായി ശിക്ഷിച്ചു കളയുന്ന, കരിച്ചു കളയുന്ന നരകമാണ്. അതാണ് ഹുതമ എന്ന പേരിൻ്റെ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ. ഒമാ ദറാക്കമൽ ഹുതമ, ഹുതമ എന്നാൽ നിനക്കെന്തറിയാം? നാറുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ തീയാണ്. അള്ളാഹുവിലേക്ക് അതിനെ ചേർത്തി പറഞ്ഞത് അതിൻ്റെ ഗൗരവം അത്രയുമുണ്ട് എന്ന് പഠിപ്പിക്കാനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ച, അവൻ പടച്ച തീയാണത്. അൽ മൂഖദ, ആളിക്കത്തിക്കപ്പെട്ട തീയാണ്. അവിടെയാണ് അവൻ കിടന്നിരിക്കുക. അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ, അല്ലതി തത്തലിഉ, അത് കടന്നു കയറും. അലൽ അഫ്ഇദ, ഹൃദയങ്ങളിലേക്ക്. സുബ്ഹാനല്ലാഹ്, ഹൃദയം എവിടെയാണുള്ളത്? ശരീരത്തിൽ പുറം ഭാഗത്തല്ല, പുറത്തേക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലല്ല ഹൃദയമുള്ളത്, പക്ഷേ ഉള്ളിലാണ്. പക്ഷേ ഈ തീ ഉള്ളിലേക്ക്, നെഞ്ചിൻ്റെ അകത്തേക്ക് കടന്നു കയറി ഹൃദയത്തെ കരിച്ചു കളയുമെന്നാണ്. അല്ലതി തത്തലിഉ അല അൽ അഫ്ഇദ, ഹൃദയങ്ങളിലേക്ക് കടന്നു കയറുന്ന തീയാണത്. ഇന്നഹ അലൈഹിം മുഅ്സദ, ഇന്നഹ, ആ നരകത്തി, അലൈഹിം, അവർക്കുമേൽ, മുഅ്സദ, അടച്ചുപൂട്ടപ്പെട്ടിരിക്കും. ഫി അമദിൻ, ആ അടച്ചുപൂട്ടിയ തീയിനുണ്ടായിരിക്കും, ഫി അമദ്, അത് സ്തംഭങ്ങളുണ്ടായിരിക്കും, അതിന് തൂണുകൾ പോലെ സ്തംഭങ്ങളുണ്ടായിരിക്കും. മുബദ്ദദ, വലിച്ചു നീട്ടപ്പെട്ട സ്തംഭങ്ങൾ. അഥവാ നരകം അവർക്കൊരു തടവറയായിരിക്കും. നരകം അവർക്ക് തടവറയായിരിക്കും, ഒരിക്കലും പുറത്തു കടക്കാൻ സാധിക്കാത്ത തടവറ. നഊദു ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, ഇരുമ്പുകളുടെ കാരാഗ്രഹങ്ങളിൽ, ജയിലുകളിൽ അടക്കപ്പെട്ട ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഇത് തീയിൻ്റെ തടവറയാണ്, തീയിൻ്റെ തടവറയാണ്. നാറുല്ലാ, അള്ളാഹുവിൻ്റെ തീ, അൽ മൂഖദ, ആളിക്കത്തിക്കപ്പെട്ട തീ. എന്തായിരിക്കും ആ ശിക്ഷ എന്ന് ചിന്തിച്ചു നോക്കൂ. റബ്ബ് സുബ്ഹാനഹു വ തആല തീയെക്കുറിച്ച്, അവൻ്റെ നരകത്തെക്കുറിച്ച് പറഞ്ഞത് അതിനെ ഭയപ്പെടാൻ വേണ്ടിയാണ്. അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് അവൻ്റെ ഖുർആനിൽ പറഞ്ഞത് അത് ആഗ്രഹിക്കാനും അവനോടത് ചോദിക്കാനും വേണ്ടിയാണ്. അതിൻ്റെ കാര്യം നിസാരമല്ല, കാരണം അത് ഗൗരവമാണെന്ന് പറഞ്ഞത് റബ്ബാണ്. അളീമായ റബ്ബ്, അവൻ ഒരു കാര്യത്തെ അളീം, അത് ഭയാനകരമാണ്, അത് കഠിനമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഠിന്യം ഒരിക്കലും നിസാരമാവുകയില്ല. കാരണം പറഞ്ഞത് അള്ളാഹുവാണ്. ഒരു ചെറിയ കുട്ടി വലിയ കാര്യം ആയി പറയുന്നതും, ഒരുപാട് കാലം ജീവിച്ച് വലിയ അനുഭവ പരിചയമുള്ള, ശക്തനായ, സ്വാധീനമുള്ള ഒരാൾ ഒരു കാര്യത്തെ വലുതാക്കി പറയുന്നത് രണ്ടു ഒരുവലാകുമോ? അല്ല. ഇത് പറയുന്നത് ആരാണ്? ആകാശങ്ങളുടെ ഭൂമികളുടെ റബ്ബായ, ഏറ്റവും മഹത്വമുള്ളവനായ അള്ളാഹുവാണ് പറയുന്നത്. അത് അലീമായ അദാബാണ്, വേദനയേറിയ ശിക്ഷയാണ്. അത് അളീമായ, കഠിനമായ ശിക്ഷയാണ്. റബ്ബ് അത് പറഞ്ഞാൽ അതിൻ്റെ കാഠിന്യം എത്രയോ വലുതായിരിക്കുമെന്ന് മനസ്സിലാക്കുക. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.